അത് വല്ലാത്തൊരു കഥയാണ്. ഒരു പെണ്ണ് രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ തൊട്ടടുത്ത് അപരിചിതനായ ഒരു പുരുഷനെ കണ്ടതും അയാൾ അവളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്നതും. ആരും വിശ്വസിക്കാത്ത, എന്നാൽ ആരുടെ ജീവിതത്തിലും നടന്നേക്കാവുന്ന ഈ കഥ നമ്മുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിക്ക് നടന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരൊറ്റ രാത്രി കൊണ്ട് 2 ജീവിതങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഒരു ലോകം മുഴുവൻ അവർക്കെതിരായിട്ടുണ്ട്. ഒരുമിച്ച് ജീവിക്കേണ്ടി വന്നതിന്റെ പേരിൽ ഭാര്യ ഭർത്താവിനെ വെറുത്തിട്ടുണ്ട്. എന്നാൽ തന്റെ ജീവിതത്തിൽ നടന്നത് ഒരു ദുരന്തമല്ല, മറിച്ച് തന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ബമ്പർ ലോട്ടറിയാണെന്ന് അവൾ എപ്പോഴെങ്കിലും അറിയുമോ? സിനിമയെ വെല്ലുന്നൊരു ജീവിതമാണ് തന്റേതെന്നതും അതിലെ സൂപ്പർ നായിക താനാണെന്നും തന്റെ ഭർത്താവ് ഈ ലോകത്തെ ഞെട്ടിക്കാൻ കെൽപ്പുള്ള ഒരു രഹസ്യം മറച്ചുവെച്ചാണ് നടക്കുന്നതെന്നും അവൾ അറിഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് ജീവിതം മാറിയ 2 പേരുടെ കഥ അത് ഈ ലോകത്തിന് തന്നെ ഷോക്കിംഗ് ആയിരുന്നു. അതെ, അത് വല്ലാത്തൊരു കഥയാണ്. ഇല്ല, എനിക്ക് നടന്നതുപോലെ ഒരു അനുഭവം മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. തന്റെ മുറിയിൽ തന്റെ സ്വകാര്യതയിൽ ഒരു ഉറക്കത്തിന്റെ ഇടവേളയിൽ താൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷൻ കയറി വന്ന് കിടക്കുന്നു എന്നും അയാൾ തന്റെ കൂടെ ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങിയെന്നും അറിഞ്ഞ ആ നിമിഷം അവളുടെ ഹൃദയത്തിലൂടെ എരിഞ്ഞ് കടന്നുപോയ തീയുണ്ടല്ലോ, അതിപ്പോഴും ആളിയിട്ടില്ല. അതും കുടുംബം മുഴുവൻ വാതിലിന് പുറത്ത് നിൽക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും മുന്നിൽ അവൾ മോശക്കാരിയായി. നോക്കൂ, എന്ത് കഷ്ടമാണ് അവളുടെ കാര്യം. എന്തായിരിക്കും അവളുടെ മാനസികാവസ്ഥ? എല്ലാവർക്കും ഭർത്താവുണ്ട്, എല്ലാവർക്കും ഫാമിലി ലൈഫ് ഉണ്ട്. എന്നാൽ എന്റെ ഭർത്താവ് മാത്രം എന്താ ഇങ്ങനെ ആയത്? എന്തിനാ ഇങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ എന്ത് തെറ്റാ ദൈവമേ ചെയ്തത്? സ്വന്തം ഭർത്താവിന് നേരെ വാതിൽ കൊട്ടിയടച്ച ശേഷമാണ് അനന്യ തന്റെ വിധിയെ പഴിച്ച് സ്വയം സംസാരിക്കാൻ തുടങ്ങിയത്. അവൾക്ക് അഭിയെ അത്രയ്ക്കും വെറുപ്പായിരുന്നു. എന്നാൽ അഭി ആകട്ടെ ഒരു പാവവും. പക്ഷെ അനന്യയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ മാത്രമേ പ്രതികരിക്കൂ. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് അഭി അനന്യയുടെ ജീവിതത്തിലേക്കും കിടക്കയിലേക്കും കടന്നു വന്നത്. എന്നാലും ഇങ്ങനെ ഒരുത്തൻ എങ്ങനെ എന്റെ മുറിയിൽ വന്നു? എങ്ങനെ ഞങ്ങളെ വിവസ്ത്രരായി? അരുതാത്തതൊന്നും നടന്നിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ ഇങ്ങനെ ധൃതിപ്പെട്ട് അവരെ കൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചു. എന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാൻ ആരുമില്ലല്ലോ. എനിക്ക് യാതൊരു പരിചയമില്ലാത്ത, മാനസിക അടുപ്പം ഇല്ലാത്ത ഒരാളുമായി എങ്ങനെ ഞാനൊരു ജീവിതകാലം മുഴുവൻ ജീവിക്കും? ഇല്ല, അവനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണെങ്കിലും ജീവിതം എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് മുന്നിൽ എനിക്ക് ഇത് മാത്രമേ മറുപടിയുള്ളൂ. അതെ, ചില വല്ലാത്ത കഥകളിൽ വിധി ഇടപെടുന്നത് വളരെ ക്രൂരമായാണ്. അനന്യ എന്ന പെൺകുട്ടിക്കും അത് തന്നെ സംഭവിച്ചു. അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന അഭി എന്ന ചെറുപ്പക്കാരനോട് അങ്ങനെ പെരുമാറാതെ അവൾക്ക് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. മറ്റൊരു വശത്ത് അഭിയും അവളുടെ ക്രൂരമായ അവഗണനകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ച ഭാര്യയ്ക്ക് നേരെ അഭി ഒന്ന് നിസ്സഹായനായി നോക്കി നിന്നു. കഷ്ടതകൾ മാത്രമുണ്ടായിരുന്ന അഭിയുടെ ജീവിതത്തിൽ തന്റെ വിവാഹത്തിന് ശേഷം നല്ലത് സംഭവിക്കുമെന്ന് അഭി പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പ്രണയിച്ച പെൺകുട്ടി അഭിയെ ചതിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അപരിചിതയായ ഒരു പെൺകുട്ടിയെ അവന് വിവാഹം കഴിക്കേണ്ടിയും വന്നു. പക്ഷെ അഭിയുടെ ഈ അവസ്ഥ അനന്യയ്ക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവൾക്ക് അവളുടേതായ ശരികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ അനന്യ അകത്തേക്ക് പോയി. അഭി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. അവന് പ്രത്യേകിച്ച് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ മാത്രമേ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അഭി അത് ഓർക്കാൻ ഇഷ്ടപ്പെട്ടില്ല. തന്റെ വിധിയെ പഴിച്ച് അവിടെ തന്നെ നിസ്സഹായനായി നിൽക്കുമ്പോഴാണ് അനന്യയുടെ അമ്മയുടെ കുത്തുവാക്കുകൾ അഭിയുടെ ചെവിയിലേക്ക് കയറി വന്നത്. എടാ തെണ്ടി, നീ എന്തിനാടാ എന്റെ മോളുടെ മുറിയുടെ മുന്നിൽ മണപ്പിച്ച് നിൽക്കുന്നത്? എന്റെ ഭാര്യയുടെ മുറിയുടെ മുന്നിലല്ലാതെ വേറെ ഞാൻ എവിടെയാ നിൽക്കേണ്ടത്? ഞാൻ അവളുടെ ഭർത്താവല്ലേ? അയ്യടാ, ഒരു ഭർത്താവ് നിന്നെയൊക്കെ മനുഷ്യനായിട്ട് തന്നെ കൂട്ടാൻ പറ്റില്ല. അത്രയ്ക്ക് സ്റ്റാറ്റസ് ഇല്ലാത്തവനാണ് നീ. അത് മാത്രമല്ല, നീ എന്താ ഇന്ന് ചെയ്തത്? ഹോട്ടലിൽ വെച്ച് സ്വന്തം ഭാര്യയെ ഗുണ്ടകൾ ആക്രമിച്ചപ്പോ തിരിഞ്ഞു നോക്കാതെ ഓടി. ഭീരു, പേടിത്തൊണ്ടൻ. ആണാണെന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് നാണമുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. അമ്മ കാര്യം അറിയാതെ സംസാരിക്കരുത്. അമ്മയോ? ആരുടെ അമ്മ? പോടാ തിണ്ടി. പൊട്ടന്നെ ലോട്ടറി അടിച്ചതുപോലെയാണ് നിനക്ക് എന്റെ മോളെ കിട്ടിയത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നോക്കിക്കോ, അധിക കാലമൊന്നും നിനക്ക് എന്റെ മോളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ബലസാൻ പറ്റില്ല. സമ്മതിക്കില്ല ഞാൻ. നിന്നെ പോലെ ഒരുത്തിന്റെ കൂടെ എന്റെ മോള് ജീവിക്കണമല്ലോ എന്ന് ഓർത്ത് എന്റെ ഉള്ളിൽ തീയ. എന്റെ ശ്രീരാഗ്മോന്റെ കയ്യിൽ അവളെ എന്ന് ഏൽപ്പിക്കുന്നോ അന്ന് എന്റെ ഉള്ളിലെ ആ തീ അണയും. അപ്പോഴേക്കും അവസരം കാത്തിരുന്നത് പോലെ മറ്റൊരു മുറിയിൽ നിന്നും ശ്രീരാഗും അവിടേക്കെത്തി. തന്നെ പറ്റി ശർമിള പൊക്കി പറയുന്നത് കണ്ട് ശ്രീരാഗ് ഉലകം കൊണ്ടു. ഓ, എന്തിനാ ആന്റി ഇങ്ങനെ സത്യം വിളിച്ച് പറയുന്നത്? അനന്യക്ക് എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാവും. ഓപ്പ് മനസ്സിലാവും. നിന്റെ കള്ളത്തരമായിരിക്കും അവൾക്ക് ഉടനെ മനസ്സിലാവുന്നത്. എടാ തെണ്ടി, വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചു നീ പറയുന്നത്? അത് ഞാൻ വീണ്ടും വിശദീകരിക്കണോ? ആ ഹോട്ടലിൽ വെച്ച് എന്താ ഉണ്ടായത്? അത് എന്തുണ്ടാവാനാ? ആരൊക്കെ ചേർന്ന് അനന്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാൻ ആ ഗുണ്ടകളിൽ നിന്നും അവളെ സമർത്ഥമായിട്ട് രക്ഷിച്ചു. കൊള്ള, നല്ല കഥ. കുറച്ചെങ്കിലും നാണമുണ്ടോ നിനക്ക്? എന്നാൽ അപ്പോഴേക്കും ശർമിള ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയിരുന്നു. നീ ആരടാ എന്റെ ശ്രീരാഗ്മോനെ പറയാൻ? ഞാനോ? ഞാൻ നിങ്ങളുടെ മോളുടെ ഭർത്താവ്. അത് അവസാനിക്കാൻ ഇനി അധിക സമയമില്ല. ആ സ്ഥാനത്തേക്കാണ് ശ്രീരാഗ്മോൻ വരാൻ പോകുന്നത്. ശ്രീരാഗ്മോനെ കണ്ടപ്പോ തന്നെ എന്റെ അനന്യയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് വലിയ മോഹമായിരുന്നു.
കുഴപ്പമായിരുന്നു. എല്ലാം തകർത്തത് നീയാ. നോക്കിക്കോ, ഇനി നീ സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതണ്ട. എന്റെ മോളുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ആന്റി ഈ പൊട്ടനോട് ഇപ്പൊ ഇതെല്ലാം പറയുന്നത്? വരൂ ശ്രീമോനെ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ഇനി ഇവിടെ നിന്നോ ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്റെ കൺട്രോള് പോവും. ഷർമിള ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ശ്രീരാഗിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. ഇതെല്ലാം കേട്ട് അഭിനവിന് തലവേദന എടുക്കുന്നത് പോലെ തോന്നി. താൻ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ആരും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അഭിക്ക് വല്ലാത്ത വിഷമം അനുഭവപ്പെട്ടു. അഭി മെല്ലെ അവിടെ സംഭവിച്ചത് ഓർത്തെടുത്തു. തന്റെ കോളേജ് ഗെറ്റ് ടുഗദറിന് സുഹൃത്തുക്കളെ കാണാൻ പോയതായിരുന്നു അഭിനവ്. എന്നാൽ അവൻ അവിടെ നിന്ന് നേരിടേണ്ടി വന്നത് കനത്ത അപമാനമായിരുന്നു. അയ്യോ, എവിടെന്നോ വാടകയ്ക്ക് എടുത്ത കോട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ സാർ വരുന്നത്. എന്നാലും നീ വന്നല്ലോ ഇവിടെ, സന്തോഷമായി എനിക്ക്. ഞാൻ വിചാരിച്ചത് നീ വരില്ലെന്നാ. പാഴ്സൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇതുപോലുള്ള പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാൻ സമയം ഉണ്ടാവോ? ഇല്ല, ഞാനിപ്പോ ഡെലിവറി ബോയ് അല്ല, ഒരു MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസ് ജോലിയാ. ഇവന് ഓഫീസ് ജോലി എങ്ങനെ കിട്ടിയെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഒരു പാവം പണക്കാരി പെൺകുട്ടിയെ ഉടായ്പ കാണിച്ച് കെട്ടി ആ പാവം പെണ്ണിന്റെ ഓഫീസിലാവും ഇപ്പൊ ജോലി ചെയ്യുന്നത്. അത് കേട്ട അഭിയുടെ മറ്റൊരു ക്ലാസ്മേറ്റ് ആയ ലിയ അഭിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെങ്കിലും യാമിനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാടാ ഇവന് വക്കാലത്ത് പറയുന്നത്? ഇവനെയൊക്കെ ആരെ ഈ പരിപാടിക്ക് വിളിച്ചത്? നമ്മുടെ കൂടെ ഇരിക്കാനുള്ള എന്ത് യോഗ്യതയാ ഇവനുള്ളത്? ഇവനെ ആ കോളേജിൽ പോലും കയറ്റാൻ പാടില്ലായിരുന്നു. എന്നാൽ അഭിയും തങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് എന്നതായിരുന്നു ലിയയുടെ അതിനുള്ള ഉത്തരം. എല്ലാവരെയും വിളിക്കാമെങ്കിൽ അഭിയെയും വിളിക്കാമെന്ന ലിയയുടെ അഭിപ്രായത്തിന് പുച്ഛം കലർന്ന മറുപടിയായിരുന്നു യാമിനി നൽകിയത്. ഇവനൊക്കെ ആരെ ക്ലാസ്മേറ്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നത്? പഠിക്കുന്ന കാലത്ത് അങ്ങനെ പലരും കൂടെ ഉണ്ടാവും എന്ന് വെച്ച് ഇപ്പൊ അതാണോ അവസ്ഥ? ഈ പാർട്ടിയിൽ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആളുകൾ മാത്രം മതിയായിരുന്നു. അഭിക്ക് ആ സംസാരം തുടരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. സമയം കളയാതെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തൂടെ? സാർ ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നോ? അയ്യോ, അറിഞ്ഞില്ലല്ലോ. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, കാർത്തിക് ഓർഡർ ചെയ്യാൻ പറഞ്ഞത് അവന്റെ ഫ്രണ്ട്സിനോടാ, വലിഞ്ഞു കയറി വന്നവരോടല്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിന്റെ പണം നീ തന്നെ കൊടുക്കണം. അത് കേട്ടതും എല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി. ആ ഗെറ്റ് ടുഗദർ സ്പോൺസർ ചെയ്തത് അവരുടെ കൂട്ടത്തിലെ പണച്ചാക്കായ കാർത്തിക് ആയിരുന്നു. എന്നാൽ അവിടെ കൂടി നിൽക്കുന്ന പലരും കാർത്തിക്കിന്റെ കൂട്ടുകാരായിരുന്നില്ല. പക്ഷെ ഇത് കേട്ട ഉടനെ കാർത്തിക് കൈ ഉയർത്തി എല്ലാവരെയും ശാന്തരാക്കി. അതിനുശേഷം യാമിനിയുടെ അരികിലേക്ക് ചെന്നു. അവൻ തന്നെ ആ പേയ്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. കാർത്തിക് അങ്ങനെ പറഞ്ഞത് അവൾക്കൊരു ക്ഷീണമായി. എങ്കിലും അത് പുറമെ കാണിക്കാതെ അവൾ കാർത്തിക്കിനെ വീണ്ടും പുകഴ്ത്താൻ തുടങ്ങി. വാവ് കാർത്തിക്, നീ എത്ര നല്ലവനാ. അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് നിന്നോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ബാക്കി എല്ലാവരുടെയും കാര്യം നീ പറഞ്ഞത് ഓക്കെ, പക്ഷെ ഇവന്റെ കാര്യത്തിൽ അത് വേണ്ട. അവൻ കഴിക്കുന്നതിന്റെ ബില്ല് അവൻ അടയ്ക്കട്ടെ. അങ്ങനെയാണെങ്കിലേ അവന് ഭാവിയിൽ പണം സമ്പാദിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടും. ഇങ്ങനെ ഓസിയിൽ കഴിച്ചുകൊണ്ടിരുന്ന ഇവൻ മടിയനായി പോകും. നമ്മളൊക്കെ അനുഭാവത്തോടെ നോക്കുന്നത് കൊണ്ടാ അവൻ ഇപ്പോഴും രക്ഷപ്പെടാത്തത്. എന്നാൽ ഓസിക്ക് കഴിച്ചാൽ അഭിനവിന് മാത്രമല്ലല്ലോ മടി വരിക എന്നും, അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ ബില്ലുകൾ സ്വയം കൊടുക്കാമെന്നൊരു ഓപ്ഷൻ ലിയ പറഞ്ഞപ്പോൾ യാമിനി ഒന്ന് പതറി. എന്നാൽ കൂടുതൽ സംസാരത്തിന് ഇട കൊടുക്കാതെ ബില്ലുകൾ താൻ തന്നെ സെറ്റിൽ ചെയ്തോളാമെന്ന് കാർത്തിക് പറഞ്ഞത് കേട്ടപ്പോൾ യാമിനി ഒന്ന് ആശ്വസിച്ചു. ആ ആശ്വാസത്തിൽ യാമിനി കാർത്തിക്കിനെ വീണ്ടും പുകഴ്ത്തി. കാർത്തിക്, നിന്റെ വലിയ മനസ്സ് കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. കണ്ടോടാ അഭിനവ്, അവൻ നിനക്ക് പോലും ഫുഡ് മേടിച്ചു തരാൻ ഒരുക്കമാണെന്ന്. അവന്റെ ആ വലിയ മനസ്സിന് നീ നന്ദി പറയണം. ഇത് കേട്ടതും എല്ലാവരും അഭിനവിനെ നോക്കി. അഭിനവ് കാർത്തിക്കിനോട് നന്ദി പറയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും ജിജ്ഞാസയുണ്ടായിരുന്നു. അഭിനവിന് യാമിനിയുടെ സംസാരം കേട്ട് ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൻ പഠിക്കുന്ന സമയത്തും ഇതേ അവസ്ഥയിലൂടെയാണ് അഭി കടന്നുപോയത്. പലരും അവന്റെ ദാരിദ്ര്യാവസ്ഥയെ മുതലെടുത്ത് കണക്കിന് കളിയാക്കുമായിരുന്നു. അഭിനവ് എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി. ഫുഡ് വാങ്ങിത്തരുന്നതിന് കാർത്തിക്കിനോട് നന്ദി പറയാനാണ് അഭിനവ് എഴുന്നേറ്റ് നിന്നതെന്ന് എല്ലാവരും കരുതി. അവരെല്ലാം അക്ഷമരായി അഭിനവിന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആരോടും നന്ദി പറയാൻ പോകുന്നില്ല. പകരം വേറൊരു ഓഫർ തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ഓർഡർ ചെയ്യാം. എല്ലാവരുടെയും ബില്ല് ഞാൻ കൊടുത്തോളാം. ഒറ്റ കാര്യമുള്ളൂ, എന്റെ കാർഡ് കാറില്ല. അത് എടുത്തുകൊണ്ട് വരുന്നത് വരെയുള്ള സമയം എനിക്ക് തരണം. അത് കേട്ടതും എല്ലാവരും പരിഹാസത്തോടെ അത്ഭുതത്തോടെ പൊട്ടിച്ചിരിച്ചു. ഇവര് വട്ടായതാണോ അതോ നമുക്കെല്ലാവർക്കും വട്ടായതാണോ എന്നവരെല്ലാവരും പരസ്പരം പറഞ്ഞു ചിരിച്ചു. എടാ പൊട്ടൻ അഭി, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് വല്ല ബോധവും ഉണ്ടോ? ഇവിടെയുള്ള എല്ലാവരും ഫുഡ് കഴിച്ചാ എത്ര രൂപയാവുമെന്ന് വല്ല ഊഹമുണ്ടോ? ഭ്രാന്തായോ നിനക്ക്? എല്ലാവർക്കും ഫുഡ് വാങ്ങുന്നത് പോട്ടെ, ഇവിടുത്തെ ഒരു ബിരിയാണിയുടെ വില എത്രയാണെന്ന് നിനക്ക് അറിയോ? ഗൈസ്, നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. ആവശ്യമുള്ള ഫുഡ് ഓർഡർ ചെയ്തോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് പുറത്തേക്ക് നടന്നു. കാറിൽ നിന്നും കാർഡ് എടുത്തു. ശേഷം അവൻ അവിടെയുള്ള ബാറിലേക്ക് നടന്നു. പഴയ കൂട്ടുകാരെ എല്ലാവരെയും കണ്ടുമുട്ടിയതല്ലേ, ഒരു ഷാമ്പയിൻ കൂടെ എടുത്ത് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് അവൻ ഓർത്തു. അവൻ ഒരു ഷാമ്പയിൻ ഓർഡർ ചെയ്തു. അത് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവൻ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത്. വിചിത്രമായാണ് അവൾ വസ്ത്രം ധരിച്ചിരുന്നത്. അവളുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അസ്വസ്ഥയായാണ് അവൾ അയാളുടെ കൂടെ ഇരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അഭിക്ക് മനസ്സിലായി. ആ പെൺകുട്ടിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾ മനഃപൂർവ്വം അവളെ ബലമായി അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നത് കണ്ടപ്പോൾ അഭിനവന് ദേഷ്യം തോന്നി. അവൻ വേഗം ആ പെൺകുട്ടിയുടെ അരികിലേക്ക് നടന്നു. അരികിലെത്തിയപ്പോഴാണ് അത് മറ്റാരുമായിരുന്നില്ല, തന്റെ ഭാര്യ അനന്യയാണെന്നുള്ള സത്യം അഭിനവ്
അഭിനവ് തിരിച്ചറിയുന്നത്. അവൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അടുത്തുള്ളയാൾ മനഃപൂർവ്വം അനന്യയുടെ അരക്കെട്ടിൽ കൈകൾ ചേർക്കുന്നത് അഭി കാണുന്നത്. അനന്യ അയാളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു. കൈ എടുക്കണം നാറി, എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കുന്ന ആരാണ് നീയൊക്കെ? അത് കേട്ടയുടനെ ഉറക്കെ ചിരിച്ചുകൊണ്ട് അനന്യയുടെ അരയിൽ ഒന്നുകൂടി അയാൾ കൈവച്ചു. അത് കണ്ടതും അഭിനവ് അവന്റെ നേരെ വന്നു. അപ്പോഴേക്കും അയാൾ തന്റെ ആളുകളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ഉടനെ തന്നെ അവർ അഭിനവിന്റെ തോളിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചുഴച്ചു. പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ അവിടെയിട്ട് അടിക്കാനാണെന്ന് അഭിക്ക് മനസ്സിലായി. അഭിനവും അതാണ് ആഗ്രഹിച്ചത്. ബാറിനുള്ളിൽ വെച്ച് വഴക്കുണ്ടാക്കി വീണ്ടും അനന്യയുടെയും അവളുടെ കുടുംബത്തിന്റെയും മുന്നിൽ ഒരു ഗുണ്ടയായി മാറാൻ അവൻ ആഗ്രഹിച്ചില്ല. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവർ അഭിനവിനെ പിൻവാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിലത്ത് തള്ളിയിട്ടു. അവിടെ ഇരുട്ടായിരുന്നു. നീയൊന്നും ഞങ്ങൾക്ക് കൈവയ്ക്കാൻ മാത്രമില്ലടാ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ വീട് പിടിക്കാൻ നോക്കുക. എന്നാൽ അവന്റെ ആ ഭീഷണിക്ക് അവന്റെ അടിവയറ്റിൽ ശക്തമായ ഒരിടിയായിരുന്നു അഭിയുടെ ഉത്തരം. ഇടിയുടെ ആഘാതത്തിൽ അയാൾ വളരെ ദൂരെ പോയി വീണു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഒരുമിച്ച് അഭിനവിനെ ആക്രമിച്ചു. ഒന്നിനു പുറകെ ഒന്നായി അഭിനവ് എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. എന്നിട്ടും അവൻ നിർത്തിയില്ല. നിലത്ത് കിടക്കുന്നവരെ അവൻ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ഒരു നിസ്സാരക്കാരനാണെന്ന് കരുതിയിരുന്ന അഭിനവിന്റെ മുന്നിൽ അവർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ കരഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങി. അഭി അവരിൽ ഒരാളുടെ കോളറിൽ പിടിച്ച് തന്റെ അരികിലേക്ക് വലിച്ചു. ഏതാടാ എന്റെ ഭാര്യയെ ഉപദ്രവിക്കാമെന്ന നായ? പറയടാ. അതാണ് ഡോൺ, ഞങ്ങളുടെ ബോസ്. ആ പെൺകുട്ടി സാറിന്റെ ഭാര്യയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. വെള്ളമടിക്കാനായി ബാറിലേക്ക് വന്നപ്പോ ആ പെണ്ണ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ബോസ് കണ്ടു. അതോടെ ബോസ് അവളുടെ അരികിൽ ചെന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി. അവൻ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അഭിനവ് അവന് മറ്റൊരു പഞ്ചുകൂടി കൊടുത്തു. അയാൾ മുഖവും പൊത്തി നിലത്ത് വീണു. അഭിനവിന്റെ മനസ്സ് പതറി. ഈ നഗരത്തിൽ ടൈഗറിന്റെയും ഡേവിഡ് തരകിന്റെയും മാഫിയ സംഘങ്ങൾ സജീവമായിട്ടുണ്ടെന്ന് അവൻ കേട്ടിരുന്നു. എന്നാൽ മാഫിയ സംഘങ്ങൾ അവൻ കരുതിയതിലും ഡേഞ്ചറസ് ആണെന്ന് ഇവരെ കണ്ടപ്പോഴാണ് അഭിക്ക് മനസ്സിലായത്. നീ ആരുടെ ആള്? ടൈഗറിന്റെയോ താരകന്റെയോ? ടൈഗർ. ഇത് കേട്ട അഭിനവ് ഒരു നിമിഷം നിശബ്ദനായി. കാരണം തന്റെ തന്നെ ആളുകളാണ് തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന സത്യം അഭിനവിനൊരു ഷോക്കായിരുന്നു. പക്ഷെ താനാണ് ടൈഗർ എന്ന സത്യം അവരോട് പറയാനും അഭിക്ക് ഇപ്പോൾ നിവർത്തിയില്ലായിരുന്നു. എങ്കിലും തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ചട്ടം കെട്ടിയതിന് പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാകുമെന്നും അഭി ഊഹിച്ചു. എന്തായിരിക്കും അഭി ചെയ്യാൻ പോകുന്നത്? അഭി തന്റെ രഹസ്യങ്ങൾ അവരോട് തുറന്നു പറയുമോ? അനന്യയുടെ പ്രതികരണം എന്തായിരിക്കും? ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയാൻ ദ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ പോക്കറ്റ് FM-ൽ തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ദ ആപ്പ് നൗ.